വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം ശിഖിധ്വജോപാഖ്യാനം 9-ാം സർഗം പേജ് 360 302-ാം ശ്ലോകം. സർവമേവ ചിദാകാശം ബ്രഹ്മേതി ഘനനിശ്ചയേ സ്ഥിതിം യാതേ സമം യാതി ജീവോ നിസ്നേഹദീപവത്. ഈ കാണുന്നതൊക്കെ ചിദാകാശരൂപമായ ബ്രഹ്മം തന്നെയാണെന്ന നിശ്ചയം ഉറപ്പുവരണം. ആ സ്ഥിതി ഉറപ്പുവന്നാൽ ജീവൻ എണ്ണ വറ്റിയ ദീപം പോലെ സ്വയം ലയിച്ച് ബ്രഹ്മഭാവം കൈക്കൊള്ളും. ആത്മസ്വഭാവമനുസരിച്ചാണ് വാസന നിമിത്തം ഈ ജഗദ്ഭ്രമം സംഭവിക്കുന്നത്. അതോടെ ധർമാധർമ്മ ചിന്തയും മറ്റു ദ്വന്ദ്വഭാവങ്ങളും മനസ്സിനെ അലട്ടാൻ തുടങ്ങും. വാസന പോയാൽ ധർമാധർമ്മങ്ങൾ ഗ്രഹിക്കപ്പെടുകയില്ല. പിന്നെ സർവം ബ്രഹ്മമയം. അതോടെ ജനന മരണ ഭ്രമം മാറിക്കിട്ടും. മുനെ, ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ശിഖിധ്വജൻ പറഞ്ഞു, അല്ലയോ വാഗ്മിൻ, അങ്ങയുടെ വാക്ക് അത്യുദാരവും ആശ്ചര്യകരവുമായിരിക്കുന്നു. അനുഭവരസം നിറഞ്ഞു തുളുമ്പുന്ന ആ വാക്ക് പരമാർത്ഥമാണെന്ന് സ്വയം ബോധ്യപ്പെടുന്നു. ഹേ തേജോമയ, അങ്ങയുടെ വാഗ്വിഭവം ആസ്വദിച്ച് അമൃതപാനം ചെയ്താലെന്ന പോലെ എൻ്റെ മനസ്സ് കുളിർത്തിരിക്കുന്നു. അതുകൊണ്ട് വിശദമായും ചുരുക്കമായും അങ്ങയുടെ ജന്മകഥ കേൾക്കട്ടെ. അതു കഴിഞ്ഞ് അങ്ങയുടെ ജ്ഞാനനിർഭരമായ വാക്കു കേൾക്കാൻ എൻ്റെ മനസ്സ് വെമ്പുന്നു. ബ്രഹ്മപുത്രനായ നാരദമുനി തൻ്റെ ശ്രവിച്ച ബീജത്തെ പിന്നെ എന്തു ചെയ്തു? നടന്നതുപോലെ പറയൂ, കേൾക്കട്ടെ. ബ്രാഹ്മണൻ പറഞ്ഞു. തുടർന്ന് മഹാമുനി തൻ്റെ മനോമത്തമാരണത്തെ സത്യബുദ്ധിയാക്കുന്ന ചങ്ങല കൊണ്ടു കെട്ടി വിവേകമാകുന്ന ഗജസ്തംഭത്തിൽ തളച്ചു. അടുത്തുണ്ടായിരുന്ന ഒരു സ്ഫടികകുടത്തിൽ തൻ്റെ ബീജം അദ്ദേഹം സൂക്ഷിച്ചു. സങ്കൽപ്പിച്ചുണ്ടാക്കിയ പാലുകൊണ്ട് ആ കുംഭം നിറച്ചു. പർവ്വതഗർഭത്തിൽ ചന്ദ്രനെന്ന പോലെ ആ ബീജം കുംഭത്തിൽ കിടർന്ന് അവയവങ്ങളെല്ലാം പൂർണ്ണത പ്രാപിച്ചു വളർന്നു. കുഞ്ഞു കുംഭത്തിൽ നിന്നും പുറത്തു വന്നു. സംസ്കാര സമ്പന്നനായ ആ കുട്ടിയിൽ നാരദമുനി ഒരു ഭാണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭാണ്ഡത്തിൽ എന്ന പോലെ വിദ്യകളെല്ലാം നിറച്ചു. ഒരു ദിവസം പുത്രനെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ അടുക്കലെത്തി. ബ്രഹ്മാവ് ആ ചെറുമകനെ പൂർണ്ണമായും ജ്ഞാനപാരകനാക്കി തീർത്തു. രാജാവേ, ആ നാരദപുത്രനാണ് ഞാൻ. കുംഭത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് എൻ്റെ പേര് കുംഭൻ എന്നാണ്. ലീലാവിലാസിയായ എനിക്ക് 4 വേദങ്ങളും ഉറ്റ സുഹൃത്തുക്കളാണ്. എൻ്റെ അമ്മയുടെ സഹോദരിയാണ് ഗായത്രി, അമ്മ സരസ്വതിയും. ഇഷ്ടം പോലെ ലോകത്തെവിടെയും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശിഖിധ്വജൻ പറഞ്ഞു, സാധു, ഞാനിന്ന് ധന്യരിൽ ധന്യനായി തീർന്നിരിക്കുന്നു. അമൃത നിശ്യന്തിയായ അങ്ങയുടെ വാക്ക് എനിക്ക് അത്യന്തം ആശ്വാസമരുളുന്നു. ഇതുപോലെ ഇന്നുവരെ മറ്റൊന്നും എൻ്റെ മനസ്സിനെ കുളിർപ്പിച്ചിട്ടില്ല. രാജ്യലാഭം പോലും ഒരിക്കലും സാധു സമാഗമത്തിന് തുല്യമല്ല. കുംഭൻ പറഞ്ഞു, ഈ സംഭാഷണം ഇവിടെ നിൽക്കട്ടെ. ഞാനെല്ലാം അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങയുടെ കഥ കേൾക്കട്ടെ. അങ്ങ് ആരാണ്? ഈ പർവ്വതത്തിൽ അങ്ങ് എന്തു ചെയ്യുന്നു? ശിഖിധ്വജൻ പറഞ്ഞു, ഹേ ദേവപുത്ര, അങ്ങെല്ലാം അറിയുന്നു. എങ്കിലും ചോദിച്ചതുകൊണ്ട് പറയാം. സംസാരത്തെ ഭയന്നാണ് ഞാൻ ഈ കാട്ടിൽ താമസിക്കുന്നത്. ഞാൻ ശിഖിധ്വജൻ എന്ന രാജാവാണ്. രാജ്യം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സംസാര ദുഃഖത്തെ ഞാൻ വല്ലാതെ ഭയക്കുന്നു. ഇനി ഞാൻ ജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൂജാക്രിയാദികളെല്ലാം വേണ്ട പോലെ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ ദുഃഖം കൂടി വരുന്നതേയുള്ളൂ. അമൃതം വിഷം പോലെയാണ് അനുഭവപ്പെടുന്നത്. കുംഭൻ പറഞ്ഞു. 303-ാം ശ്ലോകം. ജ്ഞാനം ഹി പരമം ശ്രേയഃ കൈവല്യം തേന വേത്യലം കാലാതിവാഹനായൈവ വിനോദായ ക്രിയോദിത. രാജാവേ, ജ്ഞാനമാണ് പരമമായ ശ്രേയസ്. കേവലബോധസത്യം ജ്ഞാനത്തിലൂടെ മാത്രമേ വെളിപ്പെടൂ. കാലം കഴിച്ചുകൂട്ടാനും വിനോദത്തിനും മാത്രമേ ക്രിയ പ്രയോജനപ്പെടൂ.
ജ്ഞാനദാർഢ്യം വന്നിട്ടില്ലാത്തവർക്ക് പൂജാതി ക്രിയകൾ കൊണ്ട് കിട്ടുന്ന സുഖം അത്തരം ക്രിയാവാസന ശക്തിപ്പെടുത്താനേ ഉപകരിക്കൂ. ജ്ഞാനദാർഢ്യം വന്നിട്ടില്ലാത്തവർക്ക് പൂജാതി ക്രിയകൾ കൊണ്ട് കിട്ടുന്ന സുഖം അത്തരം ക്രിയാവാസന ശക്തിപ്പെടുത്താനേ ഉപകരിക്കൂ. അജ്ഞന് ക്ഷണിക ഫലം ഉളവാക്കുന്നവയാണ് അത്തരം ക്രിയകൾ. വാസന ക്ഷയിച്ചു കിട്ടിയ ജ്ഞാനിക്ക് ക്രിയകൾ കൊണ്ടൊന്നും ഒരു ഫലവും കിട്ടാനില്ല. ജ്ഞാനം ലക്ഷ്യമാക്കുന്നവൻ ക്രിയകൾ അനുഷ്ഠിക്കുന്നത് ക്രിയാവാസന മാറ്റിക്കിട്ടാനാണ്. ജ്ഞാനം ലക്ഷ്യമാക്കുന്നവൻ ക്രിയകൾ അനുഷ്ഠിക്കുന്നത് ക്രിയാവാസന മാറിക്കിട്ടാനാണ്. ഒരു ഋതു അടുത്ത ഋതുവിൽ വിലയം പ്രാപിക്കുന്നത് പോലെ വാസന നശിക്കുന്നതോടുകൂടി ക്രിയാഫലവും നശിക്കുന്നു. ശരപ്പുല്ല് പൂക്കുന്നതല്ലാതെ കായ്ക്കാറില്ല. അതുപോലെ നിർവാസനമായ കർമാനുഷ്ഠാനം പരലോകഫലത്തെ ഉളവാക്കുന്നില്ല. 304 യസ്യമൗർഖ്യം ക്ഷയം ജാതി സർവം ബ്രഹ്മേതി ഭാവനാത് നോദേതി വാസനാ തസ്യ പ്രാജ്ഞസ്യേവാംബുധിർമരൗ. സർവം ബ്രഹ്മമയം എന്ന ഭാവന കൊണ്ട് ആർക്കാണോ അജ്ഞാനം നീങ്ങിക്കിട്ടുന്നത് ആ ജ്ഞാനിക്ക് കർമ്മവാസന ഉദയം ചെയ്യുന്നില്ല. അറിവുള്ളയാളിന് മരുഭൂമിയിൽ ഒരിക്കലും ജലാശയമുള്ളതായി അനുഭവപ്പെടാറില്ലല്ലോ. വാസന മാത്രം വിട്ടുപോകുമെങ്കിൽ ജരാമരണവർജിതമായ ബ്രഹ്മപദത്തിൽ എത്തിച്ചേരുന്നതാണ്. ഉള്ളിൽ പിന്നെ ജനന മരണ ഭ്രമമേ അവശേഷിക്കില്ല. രാഗദ്വേഷവാസനാബദ്ധമായ മനസ്സാണ് മനസ്സ്. രാഗദ്വേഷവാസനാബദ്ധമായ മനസ്സാണ് മനസ്സ്. രാഗദ്വേഷവാസന വിട്ടുപോയ മനസ്സു തന്നെയാണ് ബ്രഹ്മം. ഒരിക്കൽ കൂടി വായിക്കാം. രാഗദ്വേഷവാസനാബദ്ധമായ മനസ്സാണ് മനസ്സ്. രാഗദ്വേഷവാസന വിട്ടുപോയ മനസ്സു തന്നെയാണ് ബ്രഹ്മം. മനസ്സുകൊണ്ട് മനസ്സിനെ വിമുക്തമാക്കിയാൽ പിന്നെ ജനിക്കേണ്ടി വരുന്നില്ല. രാജാവേ, ജ്ഞാനമാണ് പരമശ്രേയസ്സെന്ന് ത്രിമൂർത്തികൾ പോലും പ്രഖ്യാപിക്കുന്നു. സംസാര സമുദ്രത്തെ കടത്തുന്ന കപ്പൽ ജ്ഞാനമാണ്. പിന്നെ എന്താണ് അങ്ങ് അത് അംഗീകരിക്കാതെ ഇങ്ങനെ അജ്ഞാനിയായി കഴിഞ്ഞുകൂടുന്നത്? ഞാൻ ആരാണ്? ഈ ജഗത്ത് എവിടെ നിന്ന് വന്നു? ഇതെങ്ങനെ ശമിച്ചു കിട്ടും? എന്നിവയൊക്കെ വിചാരം ചെയ്തറിയാതെ ഒരജ്ഞനെ പോലെ അങ്ങ് കഴിഞ്ഞുകൂടുന്നതെന്ത്? ബന്ധം എങ്ങനെ വന്നു ചേർന്നു? മോക്ഷം എങ്ങനെ നേടാം? എന്നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാജാവേ, അങ്ങ് എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനികളെ സമീപിക്കുന്നില്ല? അവരുടെ പാദങ്ങളിൽ വണങ്ങി ചോദ്യം ഉന്നയിക്കുന്നില്ല? ജ്ഞാനികളായ സജ്ജനങ്ങളെ, സമദർശികളെ സമീപിച്ച് ചോദ്യം ചോദിച്ചാൽ മാത്രമേ ഈ വക സംശയങ്ങൾ മാറിക്കിട്ടൂ. സജ്ജന സംഗമം കൊണ്ട് സംസാര തരണത്തിന് ഉള്ള യുക്തി തെളിയും. അനായാസമായി മോചിക്കാനും കഴിയും. വസിഷ്ഠൻ പറഞ്ഞു. ഇത് കേട്ട് ശിഖിധ്വജൻ ചിന്തിച്ചു. പ്രിയതമയായ ചൂടാല ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല? ഇങ്ങനെ ചിന്തിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് ബ്രാഹ്മണനോട് പറഞ്ഞു. ശിഖിധ്വജൻ പറഞ്ഞു, ഹേ മുനിപുത്ര, താമസിച്ചാണെങ്കിലും ഞാൻ അങ്ങയാൽ ഉണർത്തപ്പെട്ടിരിക്കുന്നു. അജ്ഞത നിമിത്തം ഞാൻ സജ്ജന സംഘം വെടിഞ്ഞ് ഈ കാട്ടിൽ താമസിക്കാനിടയായി. ആശ്ചര്യം, എൻ്റെ പാപമെല്ലാം ഒഴിഞ്ഞു പോയതായി ഞാൻ കരുതുന്നു. അങ്ങിവിടെ വന്ന് എന്നെ ഉപദേശിക്കാൻ ഇടയായതു തന്നെയാണ് അതിന് തെളിവ്. പുണ്യാത്മൻ, അങ്ങെൻ്റെ ഗുരുവാണ്, അച്ഛനാണ്, സുഹൃത്താണ്, എല്ലാമാണ്. ശിഷ്യൻ അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു. ഇവനിൽ കരുണ കാണിക്കൂ. എന്താണോ ഏറ്റവും ഉദാരമായിട്ടുള്ളത്? ഏതറിഞ്ഞാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ലയോ? ഏതിനാൽ എനിക്ക് തികഞ്ഞ നിർവൃതി അനുഭവിക്കാൻ കഴിയുമോ? ആ ബ്രഹ്മത്തെ എനിക്ക് ഉപദേശിച്ചാലും. കുംഭൻ പറഞ്ഞു, രാജാവേ, എൻ്റെ വാക്ക് അങ്ങേക്ക് സ്വീകാര്യമാകുമോ? എങ്കിൽ പറയാം. അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അത് വിഫലമാവുകയേ ഉള്ളൂ. വക്താവിൻ്റെ വാക്ക് സ്വീകാര്യമല്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് നേരമ്പോക്കിനു വേണ്ടി ചോദ്യം ചോദിക്കുന്നവരോട് പറയുന്ന വാക്ക് ഇരുട്ടിൽ കണ്ണിൻ്റെ ശക്തി എന്ന പോലെ നിഷ്ഫലമാവുകയേ ഉള്ളൂ. ശിഖിധ്വജൻ പറഞ്ഞു, ബ്രാഹ്മണകുമാര, അങ്ങെന്തു പറയുന്നുവോ വേദവിധി പോലെ ഞാൻ അതനുഷ്ഠിക്കും. അത് നല്ലതോ ചീത്തയോ എന്നൊന്നും ഞാൻ ചിന്തിക്കയില്ല. ഞാനീ പറയുന്നത് സത്യം. ചിന്താമണ്യുപാഖ്യാനം. കുംഭൻ പറഞ്ഞു, രാജാവേ, ഒരു കുട്ടി അച്ഛൻ്റെ വാക്കനുസരിക്കുന്നത് പോലെ അങ്ങ് മുക്തിഹേതുവായ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം ഞാൻ പറയുന്ന അത്ഭുതകരമായ ഒരു കഥ കേൾക്കൂ. പിന്നെ ഞാൻ സത്യസ്ഥിതി വിവരിച്ചു കേൾപ്പിക്കാം.
സർവ്വഗുണ ഐശ്വര്യങ്ങളുടെയും വിളനിലമായ ഒരു പുരുഷൻ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും നല്ലപോലെ പഠിച്ച് വശമാക്കിയ ആൾ. എന്നാൽ ജനന മരണരഹിതമായ സത്യം മാത്രം പിടികിട്ടിയിട്ടില്ല. കഠിന പരിശ്രമം കൊണ്ട് നേടേണ്ട ചിന്താമണി രത്നം നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമം ആരംഭിച്ചു. ബടവാഗ്നി സമുദ്രം വറ്റിക്കാൻ ശ്രമം ആരംഭിക്കുന്നത് പോലെ സ്ഥിരനിശ്ചയത്തോടുകൂടി പ്രയത്നം തുടർന്നു. നിർബന്ധശാലിയായ അദ്ദേഹം കാലം വളരെ കടന്നുപോയിട്ടും തൻ്റെ നിശ്ചയത്തിൽ നിന്നും ചലിച്ചില്ല. നിശ്ചയദാർഢ്യത്തോടെ തുടർന്ന് യത്നിക്കുന്നവർക്ക് ചിന്താമണിയെന്നല്ല മറ്റെന്തു സിദ്ധിയാണ് സാധ്യമാകാത്തത്. ഒടുവിൽ ചിന്താമണി രത്നം അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കൈനീട്ടിയെടുക്കാവുന്നത്ര ദൂരത്തിൽ സ്ഥിതി ചെയ്തു. മേരുപർവ്വതത്തിൻ്റെ കൊടുമുടിയിലെത്തി നിന്ന മുനിക്ക് ചന്ദ്രനെപ്പോലെ മുന്നിൽ ഉദിച്ചു നിൽക്കുന്ന ചിന്താമണി ദൃശ്യമായി. എന്നാൽ ആ മണിരാജനിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസം വന്നില്ല. ദരിദ്രനായ ഒരു മന്ദബുദ്ധിക്ക് യാദൃശ്ചികമായി വന്ന രാജത്വത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ആശ്ചര്യത്തോടെ അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു: ഈ മണി ഞാൻ ആഗ്രഹിക്കുന്ന മണിയല്ല. അതാകാൻ പറ്റുകയില്ല. ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഞാൻ തൊടില്ല. തൊട്ടാൽ പെട്ടെന്നത് മറഞ്ഞു കളഞ്ഞെങ്കിലോ? ഇത്രയും കാലം കൊണ്ട് മണിരാജനായ ചിന്താമണി കിട്ടുമോ? ജീവിതാന്ത്യം വരെ യത്നിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ലുബ്ധനായ ഞാൻ സങ്കുചിതമായ ദൃഷ്ടിയോടുകൂടി ഇത് ചിന്താമണിയെന്ന് ഭ്രമിക്കുകയാണ്. തീക്കൊള്ളിയിലെ മിന്നൽ പോലെ എന്തോ കാണുന്നു. ദൃഷ്ടിദോഷമുള്ളവർ ഒരു ചന്ദ്രനെ രണ്ടായി കാണും പോലെ ഇതൊരു ഭ്രമമാണ്. ഇത്ര വലിയ ഭാഗ്യസമ്പത്ത് എവിടെ നിന്ന് വരാനാണ്? സർവ്വസിദ്ധികളും അടങ്ങുന്ന ചിന്താമണി ഇത്ര വേഗം ലഭ്യമാകുമോ? അല്പകാലം കൊണ്ട് തന്നെ അനന്തമായ ഐശ്വര്യം വന്നു ചേരുന്നവർ അപൂർവ ഭാഗ്യവാന്മാരാണ്. ഞാനൊരല്പപുണ്യൻ, നിസ്സാരൻ, സാധു മനുഷ്യൻ. ചിന്താമണി പോലെയുള്ള മഹാസിദ്ധികൾ എന്നെപ്പോലെ ഭാഗ്യഹീനന്മാർക്ക് എങ്ങനെ കിട്ടാൻ? ഇപ്രകാരമുള്ള നിരവധി സംശയ സങ്കല്പങ്ങളുടെ ഫലമായി അദ്ദേഹം മണി കൈക്കലാക്കാൻ ശ്രമിച്ചതേയില്ല. അജ്ഞാനമോഹം നിമിത്തം കയ്യിലെത്തിയ അനന്തസിദ്ധി അദ്ദേഹം ഉപേക്ഷിച്ചു. ഇങ്ങനെ ശങ്കിച്ച് നിന്നത് നിമിത്തം കുറേ കഴിഞ്ഞ് മണി അവിടെ നിന്നും പറന്നു മറഞ്ഞു. ഞാൻ വിട്ട അമ്പെന്ന പോലെ അപമതിക്കുന്നവരെ വിട്ട് സിദ്ധികൾ ഓടിമറയുന്നു. ആ മനുഷ്യൻ വീണ്ടും രത്നപ്രാപ്തിക്കായി തപസ് തുടർന്നു. സ്ഥിരനിശ്ചയമുള്ളവർ കാര്യസിദ്ധിയിൽ മടുത്തു പോകാറില്ല. ഒരിക്കൽ തിളക്കമുള്ള ഒരു കാക്കപ്പൊന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ദൃശ്യമായി. വഞ്ചകന്മാരായ ഏതോ സിദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിച്ചതായിരുന്നു അത്. ഇതാണ് ചിന്താമണിയെന്ന് അദ്ദേഹം കരുതി. അജ്ഞൻ ചിലപ്പോൾ മണ്ണിനെ സ്വർണമായി കരുതുന്നു. ആ കാക്കപ്പൊന്നു കയ്യിലെടുത്തു. നേരത്തെ വന്ന ഐശ്വര്യത്തെ ഉപേക്ഷിച്ചു. ഇപ്പോഴത്തെ ചിന്താമണി കൊണ്ട് എല്ലാ സമ്പത്തും കിട്ടുമെന്ന് അദ്ദേഹം കരുതി. ഈ ദേശം പാപികളെക്കൊണ്ട് നിറഞ്ഞതാണ്. ഇവിടെ താമസിക്കാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് ദൂരെ എവിടെയെങ്കിലും പോയി സുഖമായി സമ്പത്തോടുകൂടി കാലം കഴിക്കുക തന്നെ എന്ന് ചിന്തിച്ച് കാക്കപ്പൊന്നും കയ്യിലെടുത്ത് ഒരു ശൂന്യകാനനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ ആ കാക്കപ്പൊന്ന് നിമിത്തം അദ്ദേഹത്തിന് വലിയ ആപത്തിനെ നേരിടേണ്ടതായും വന്നു. ഗജേന്ദ്രോപാഖ്യാനം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.